സഭയ്ക്കകത്ത് ഇപ്പം ബോധിച്ച പോലെ തോന്നുമ്പോൾ മരിക, തോന്നുമ്പോൾ ഇറങ്ങിപ്പോകുക, ഇഷ്ടമുണ്ട് കൈയടിക്കുക, ഇല്ലേ കൈയടിക്കാതിരിക്കുക, സ്തോത്രം പറയാൻ താല്പര്യമുണ്ട്, ഇല്ലേ ഇല്ലാതിരിക്കുക, തിരുമേശ കൊണ്ടുവരുമ്പോൾ ഇഷ്ടമുണ്ട് എടുക്കുക, ബാക്കി വരുന്നത് പാസ്റ്ററും സെക്രട്ടറിയും കൂടി ഇരുന്ന് മിക്കവാറും എനിക്കൊന്ന് ഷുഗർ കൂടാൻ കാര്യം ഇതാണെന്ന് തോന്നുന്നു. ഈ ബാക്കി വരുന്നതല്ല. കഴിഞ്ഞ ദിവസം എന്തോ ഒരാളെ കണ്ട് നിന്ന് കുടിക്കുക. കാരണം ഇത് ബാക്കി കളയാനൊക്കെ പോകും. എനിക്കൊന്ന് അങ്ങനെയൊക്കെ ആ ഷുഗർ പിന്നെ കൂടുന്നതാണോ എന്ന് എനിക്കൊരു ചിന്തയില്ലാതില്ല. അപ്പൊ ശ്രദ്ധിക്കണം, ബോധിച്ച പോലെ. പക്ഷെ ഇതിന്റെ നടുവിൽ ഒരു കാര്യം പറയാം. ആ 4-ാം അധ്യായത്തിന്റെ ഒടുവിൽ വായിക്കുന്നത്, ആമേൻ സ്തോത്രം, അക്കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ആരാധന ഏനോശന്റെ കാലത്ത് ഭയങ്കര ആരാധന. പക്ഷെ ഒരു കാര്യം പറയാം, ആരാധന ഒരു ഭാഗത്ത് കൊടുമ്പുരിക്കണ്ട് നടക്കുമ്പോഴും ആരാധന കഴിഞ്ഞ് ഈ ആരാധിച്ചതിൽ മിക്ക ആൾക്കാരും ബോധിച്ച പോലെ നടക്കുക. അങ്ങനല്ലേ ഇന്നും? 3 മണിക്കൂർ ഭയങ്കര തകർപ്പാ. ഞാൻ എന്നെയും പ്രതിയാക്കിയാ പറയുന്നേ. 3 മണിക്കൂർ പണ്ടേരോ സഭയിൽ ഭയങ്കര ആരാധനയും ചാട്ടവും ഭയങ്കരമായപ്പം ചാടാതിരുന്നൊരു പുള്ളി വലിയ ആനക്ക്, പുള്ളിക്ക് എല്ലാവരെയും അറിയാം. പുള്ളി ഇങ്ങനെ മനസ്സോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ബാക്കി എല്ലാവരും ബഹളമാ, ചാട്, ഭയങ്കര ആരാധന. അപ്പൊ പുള്ളി അവിടെ വന്ന് സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞ, കർത്താവേ ഇപ്പം വരികാന്നേ 3-4 എണ്ണത്തിനെ ഇവിടുന്ന് കൊണ്ടുപോകാം, 1.5 കഴിഞ്ഞാൽ 1 എണ്ണത്തിനെ കിട്ടുകയില്ലെന്ന് പറഞ്ഞു.